ചാരവനിത ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സ്പോൺസർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് ബി.ജെ.പി. സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ സ്ത്രീയുടെ കേരള സന്ദർശനം ദുരൂഹമാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം രാജ്യവിരുദ്ധ നീക്കങ്ങൾക്കുള്ള സുരക്ഷിത ഇടമായി മാറുന്നുവെന്നും സുരേന്ദ്രൻ എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുന്നു. മിഥുൻ, കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ്. അതായത് ചാരപ്രവർത്തനം നടത്തിയ വനിത ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം അത് സ്പോൺസർ ചെയ്തത് ഇവിടുത്തെ ടൂറിസം മന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള ആരോപണമാണ് കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ സ്ത്രീയുടെ സന്ദർശനം ദുരൂഹമാണെന്നും പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം രാജ്യവിരുദ്ധ നീക്കങ്ങൾക്കുള്ള മണ്ണായി മാറുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, ഗുരുതര ആരോപണമാണ് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി മൽഹോത്ര കണ്ണൂർ എത്തുകയും വിവിധ ഇടങ്ങൾ സന്ദർശിച്ച് മടങ്ങുകയും ചെയ്തത്. ഏതാണ്ട് ഒരാഴ്ചത്തെ കേരള സന്ദർശനത്തിനിടെയാണ് ഈ ചാര വനിത കണ്ണൂരിലെത്തുകയും ഇത്തരത്തിൽ കണ്ണൂർ പയ്യന്നൂർ ഭാഗത്തുള്ള ക്ഷേത്രത്തിലെത്തി മടങ്ങുകയും ചെയ്തത്. കണ്ണൂരിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ ഇവർ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവരുടെ യൂട്യൂബിലെ വീഡിയോയിൽ കൂടി തന്നെ വ്യക്തമാവുന്നുണ്ട്. മാത്രമല്ല, ഇവർ ആദ്യമായി കണ്ണൂരിലെത്തിയ സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കേരള ടൂറിസത്തിന്റെ ഒരു പ്രൊമോഷൻ നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് അവർ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നത്. അതുതന്നെയാണ് ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഗുരുതര ആരോപണവുമായി ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. ചാരവനിതയായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സ്പോൺസർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മരുമകനായ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്വന്തം വകുപ്പാണ് എന്നൊരു വിമർശനം തന്നെയാണ് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ സ്ത്രീയുടെ കേരള സന്ദർശനം ദുരൂഹമാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം രാജ്യവിരുദ്ധ നീക്കങ്ങൾക്കുള്ള സുരക്ഷിത ഇടമായി മാറുന്നുവെന്നും സുരേന്ദ്രൻ തന്റെ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇതിലും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ആരാണ് ജ്യോതി മൽഹോത്രയ്ക്ക് ഇത്തരത്തിലൊരു യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതെന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. അത്തരത്തിൽ ഈ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണോ അവർക്ക് ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതെന്ന ചോദ്യം തന്നെയാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പാക്ചാരയായ ജ്യോതി മൽഹോത്രയുടെ കണ്ണൂർ യാത്ര സ്പോൺസർ ചെയ്തത് കേരള ടൂറിസമാണ്. പിണറായി വിജയന്റെ മരുമകനാണ് ഇത് നടത്തുന്നത്. അവർ ആരെയാണ് കണ്ടത്? അവർ എവിടെ പോയി? യഥാർത്ഥ അജണ്ട എന്താണ്? പാക് ബന്ധമുള്ള ഒരു ചാരയ്ക്ക് കേരളം എന്തിനാണ് ചുവപ്പ് പരവതാനി വിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ എക്സിൽ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം അത്രയേറെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് വിവിധ സൈനിക ഓഫീസുകളും അതുപോലെ തന്നെ സൈനിക ട്രെയിനിങ് സെന്ററുകളും ഒക്കെ തന്നെ ഉള്ള ഒരു വളരെ സുപ്രധാനമായ ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ല. അത്തരം ഒരു സ്ഥലത്താണ് ഈ ജ്യോതി മൽഹോത്ര എന്ന പാക്ചാര സുഗമമായി കടന്നു വരികയും വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തി മടങ്ങി പോവുകയും ചെയ്തത്. അവർ ഇവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങി പോയിട്ടുണ്ടോ, അവർ എവിടേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഗുരുതരമായൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. വിനോദ്, ജ്യോതി മൽഹോത്ര നമുക്കറിയാം, അവർ ബ്ലോഗറാണ്. അവരുടെ കേരള യാത്രയെ സംബന്ധിച്ച് പാക് ചാരയാണ് എന്നുള്ള നിലയിൽ കേന്ദ്ര തലത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. കണ്ണൂരിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളടക്കമുള്ള പ്രദേശങ്ങൾ അവർ സന്ദർശിച്ചിരുന്നു. അവിടെ നിന്ന് വീഡിയോ ചിത്രീകരിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ടൂറിസം മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് ഇവരെ സ്പോൺസർ ചെയ്തു എന്നുള്ള ആക്ഷേപം കെ സുരേന്ദ്രനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് യാതൊരു തെളിവുമില്ലാതെ ഈ ആരോപണം മുന്നോട്ട് വെക്കാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കൂടി അന്വേഷണ വിധേയം ആകേണ്ടതല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളും അന്വേഷിക്കുമെന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതല്ലേ മിഥുൻ പിള്ള? തീർച്ചയായും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ സുപ്രധാനമായ ട്രെയിനിങ് സെന്ററായ ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. CRPFന്റെ വളരെ സുപ്രധാനമായ ട്രെയിനിങ് സെന്ററായ പെരിങ്ങോം CRPF ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അതുപോലെ തന്നെ കോസ്റ്റൽ തുടരുക. കെ സുരേന്ദ്രൻ ചേരുന്നു. സ്വാഗതം ശ്രീ കെ സുരേന്ദ്രൻ. വളരെ ഗുരുതരമായ ആരോപണമാണ് അങ്ങ് എക്സിൽ കുറിച്ചിട്ടുള്ളത്. ചാരവനിത ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം സ്പോൺസർ ചെയ്തത്
ടൂറിസം മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള കാര്യം വളരെ ഗുരുതരമായ ആരോപണം മുന്നോട്ട് വെക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീ കെ സുരേന്ദ്രൻ. അല്ല, ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ. കാരണം അവര് തന്നെ കേരളത്തിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്തതിനെ കുറിച്ച് അവരുടെ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തെളിവുകൾ കൃത്യമാണല്ലോ. മാത്രമല്ല, അവരുടെ കൊച്ചി സന്ദർശനവും വലിയ വിവാദമായിരുന്നു. മാത്രമല്ല, അവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ സന്ദർശിക്കുകയും അവിടെ ആളുകളെയൊക്കെ സ്വാധീനിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തുകയും അത് പാകിസ്ഥാന് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് രാജ്യത്ത് തെളിഞ്ഞിരിക്കുകയാണ്. ഏജൻസികൾ അത് കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇത്തരം വ്യക്തികളും ഇത്തരം ഗ്രൂപ്പുകളും എപ്പോഴും ലെഫ്റ്റുമായി ചേർന്ന് ഒരു പ്രവർത്തനം എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട്. ഇപ്പോ നമ്മൾ ജാമിയ മില്ലിയയിൽ നടന്ന സമരം നോക്കിയാലും, അതുപോലെ JNUവിൽ നേരത്തെ നടത്തിയ സമരം നോക്കിയാലും, തുക്കുടെ ഗാങ്ങിന്റെ പ്രവർത്തനങ്ങളാകെ നിരീക്ഷിച്ചാലും അത്തരം രാജ്യദ്രോഹ ശക്തികളും അർബൻ നക്സലുകളുടെയും എല്ലാം ബുദ്ധി കേന്ദ്രം കേരളമാണ്. ഇന്ത്യയിൽ നടക്കുന്ന പല വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഐഡിയോളജിക്ക് ആശയപരമായ ഒരു അടിത്തറ കൊടുക്കുന്ന സ്ഥലം കേരളമാണ്. അപ്പൊ ഇവർക്കൊക്കെ നേരത്തെ ബന്ധം ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് കേരളത്തിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നത്? അപ്പോ ഇവിടുത്തെ സർക്കാരിന്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്ക്, ഇവിടുത്തെ മന്ത്രിമാർക്ക്, ഇവർക്കെല്ലാം ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അതിയായ താല്പര്യമുണ്ട്. കാരണം അവര് എല്ലാ കാലത്തും അവർ ആന്റി ഇന്ത്യൻ ആണ്. ഇപ്പൊ തന്നെ MA ബേബിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു. എന്താണ് പഹൽഗാമിന്റെ സിന്ദൂർ ആക്രമണം കൊണ്ട് തിരിച്ചടി കൊണ്ട് നമ്മൾ നേടിയത്? MA ബേബി ചോദിക്കുകയാണ്. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചോദിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഇവരെല്ലാ കാലത്തും ഈ സമീപനം എടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉദ്ദേശം ഇന്ത്യയെ തകർക്കുന്ന ശക്തികളെല്ലാം പ്രോത്സാഹിപ്പിച്ച് നിർത്തുക. ഇപ്പൊ ലക്ഷദ്വീപിൽ നേരത്തെ വലിയ തോതിലുള്ള ഒരു കള്ളപ്രചരണം നടന്നു. ആരായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്? ഇതേ ശക്തികൾ തന്നെയാണ്. അപ്പൊ ഇതുപോലെ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ അവര് സഹായിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കേരള സർക്കാരോ ടൂറിസം വകുപ്പോ ഈ നിമിഷം വരെ ഈ കാര്യം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഗൗരവതരമായ അന്വേഷണത്തിന് പാത്രമാവേണ്ട വിഷയമാണ്. കെ സുരേന്ദ്രൻ, അതേപോലെ തന്നെ ഈ മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയായപ്പോൾ മുതൽ കേരളം ഭാരതത്തിലെ തന്നെ ടൂറിസത്തിൻ്റെ ഹബ്ബായി മാറുന്നു. കേരളത്തിൻ്റെ ടൂറിസം പ്ലേസുകൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുന്നു, ശ്രദ്ധേയ ഇടമായി മാറുന്നു. അതിനുള്ള പരസ്യങ്ങളടക്കം കൃത്യമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെക്കുന്നു. അതിന് മുഹമ്മദ് റിയാസ് വലിയ പിന്തുണ, അല്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ് ടൂറിസം വകുപ്പിന് ഇത്രയധികം പ്രൊമോഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രങ്ങൾ വികസിക്കുന്നത് തുടങ്ങിയ ഒരു ചിത്രം വരുത്തി വെക്കുന്നു. അപ്പോൾ ഇത്തരം വ്ളോഗർമാരെ കൊണ്ടുവന്ന് ലോകത്തിന് മുമ്പിൽ ഈ കേരളത്തിലെ ടൂറിസം പ്ലേസുകൾ പരിചയപ്പെടുത്തുക, ഈ ഒരു മറ പിടിച്ചിട്ടാണോ ഇവരെ ഇതേപോലുള്ള ചാരപ്രവർത്തനം നടത്തുന്ന ആളുകളെ കൂടി കൊണ്ടുവന്ന്, ജ്യോതി മൽഹോത്രയെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനം നടത്തുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഈ ടൂറിസത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ മുഹമ്മദ് റിയാസിൻ്റെ ഇത്തരത്തിലുള്ള നീക്കം, ശ്രീ സുരേന്ദ്രൻ? അല്ല, അതിൽ രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്ന്, രാജ്യത്ത് എല്ലായിടത്തും ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും പല പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകളും ഐഡന്റിഫൈ ചെയ്യും, അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, ഇപ്പൊ കാപ്പാടിന്റെ വിഷയമായാലും അതുപോലെ ബേപ്പൂരിന്റെ കാര്യത്തിലായാലും ഒക്കെ മോദി സർക്കാർ നൽകിയിട്ടുള്ള ആനുകൂല്യത്തിന്റെ ഫലമായിട്ടാണ് ഈ ടൂറിസം വികസനത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ അത് മുഹമ്മദ് റിയാസിന്റെ എന്തെങ്കിലും പ്രത്യേകമായ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടോ ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. മോദി ഗവൺമെന്റ് രാജ്യം മുഴുവൻ നടത്തുന്ന, ഇപ്പൊ കാശ്മീരിലെ ടൂറിസം ആയാലും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്ന കാര്യമായാലും എല്ലാം അത് മോദി സർക്കാരിന്റെ നേട്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഇവിടെ എല്ലാ വകുപ്പുകളിലും, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിൽ ഇത്തരം ആളുകൾക്ക് എപ്പോഴും ഒരു പരിഗണന കിട്ടുന്നു. ബാക്കി എത്ര ബ്ലോഗർമാരുണ്ട്, ബാക്കി എത്ര യൂട്യൂബർമാരുണ്ട്, അവരൊന്നും കിട്ടാതെ എങ്ങനെ ഇവര് വന്നത്? അപ്പൊ ഇവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഇവർക്ക് അറിയാം. എത്രയോ വർഷമായിട്ട് ഇവര് നമ്മളെ രാജ്യത്തിനെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് നമ്മുടെ നാടിന്റെ ശക്തികൾക്ക് എതിരായിട്ടുള്ള വിധ്വംസക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തേടിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവരികയാണ്. അതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഒരു ഇത്തരം ആളുകൾക്ക് പരവതാനി വിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ലോകത്തെവിടെയുമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളെയെല്ലാം തേടിപ്പിടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിലാണ് മുഹമ്മദ് റിയാസിന്റെ ദുഷ്ടലാക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പരാതി നൽകി കൃത്യമായി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുമോ? പ്രത്യേകിച്ച് NIA പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലുള്ള ഇടപെടലുണ്ട് എങ്കിൽ അതുകൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതല്ലേ സുരേന്ദ്രൻ? അല്ല, ഇതിന് പരാതിയുടെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. വിദേശ മാധ്യമങ്ങളിലടക്കം ഇന്നലെ ഇത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്റലിജൻസ് ഏജൻസികളുണ്ട്, ബാക്കിയുള്ള അന്വേഷണ ഏജൻസികളുണ്ട്. അവര് ഐഡന്റിഫൈഡ് ആണ്. അവരെ സംബന്ധിച്ചാൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷണത്തിലാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. വളരെയധികം നന്ദി ശ്രീ കെ സുരേന്ദ്രൻ. കൃത്യമായി ചാരപ്രവർത്തനം നടത്തുന്ന ജ്യോതി മൽഹോത്രയുടെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇവരെ സ്പോൺസർ ചെയ്തത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള കാര്യമാണ് കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചിട്ടുള്ളത്. തൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നൽകുകയായിരുന്നു ശ്രീ കെ സുരേന്ദ്രൻ.